ഹായ്, ഇന്ന് നമ്മൾ കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗുൽമാർഗ് കാണാനുള്ള യാത്രയിലാണ്. രാവിലെ ശ്രീനഗറിന് അടുത്ത് ബദാമി ബാഗ് കണ്ടോൺമെൻറ്റ് ഏരിയയ്ക്ക് അടുത്തുള്ള നമ്മൾ താമസിക്കുന്ന ഗ്രൗണ്ട് പ്ലാസ ഹോട്ടലിൽ നിന്ന് രാവിലെ ഒരു 9-9:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയി ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ. അതാണ് 11 മണിയാകുമ്പോഴേക്കും തന്നെ നേരം ഏതാണ്ട് മൂടൽമഞ്ഞൊക്കെ മൂടി ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ചെറിയ അങ്ങാടികളും അതുപോലെ ചെറിയ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഗുൽമാർഗിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. ഇവിടെ നിന്ന് മൊത്തം നമ്മളൊരു 1.25 മണിക്കൂറിൻ്റെ യാത്രയാണുള്ളത്. ഏതാണ്ട് 60 കിലോമീറ്റർ അടുത്താണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. തണുപ്പായതുകൊണ്ടും മൂടൽമഞ്ഞും ഒക്കെ ആയതുകൊണ്ടും ആളുകളൊക്കെ അങ്ങാടികളിലേക്കാണെങ്കിലും ടൗണുകളും ചന്തകളൊക്കെ സജീവമായിട്ട് വരുന്നതുകൊണ്ട് അങ്ങാടികളിലൊക്കെ ആളുകൾ കുറവാണ്. ഏതാണ്ട് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ്, ഗുൽമാർഗിലെത്തുന്നുള്ള പ്രതീക്ഷയാണ്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം തന്നെയാണ്. ഇതുവരെ വെയിൽ മഞ്ഞ് സീസൺ ആയതുകൊണ്ട് തന്നെ വിൻ്റർ സീസണിൽ ഇവിടുത്തെ മിക്കവാറും കൃഷി സ്ഥലങ്ങളൊക്കെ കാലിയായിരിക്കും. ഇല പൊഴിച്ച് നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങളുടെ അടുത്തുകൂടിയാണ് നമ്മുടെ ഈ ഒരു യാത്ര. നമ്മൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. കാശ്മീരിൽ വരുന്ന ആളുകൾ ഒരിക്കലും ഗുൽമാർഗ് മിസ്സാവരുത്. കാരണം നമുക്ക് സോനാമാർഗിനെക്കാട്ടിലും സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗുൽമാർഗ്. ഗുൽമാർഗിൽ നമ്മൾ സ്നോ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനിലാണല്ലോ. കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട വിനോദോപാധി എന്ന് പറയുന്നത് മഞ്ഞിലുള്ള സ്കീയിങ്, അതുപോലെ മഞ്ഞിൽ നമ്മൾ നടക്കുക, അവിടെ മഞ്ഞ് കാണുക എന്നുള്ളതാണ്. പിന്നെ സ്നോഫാൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ കാണാനും അതൊക്കെ അനുഭവിക്കാനും വേണ്ടിയിട്ട് മഞ്ഞിലൊക്കെ ഇറങ്ങാൻ പറ്റിയ ബൂട്ടുകളും അതുപോലെ കോട്ടുകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകളാണ് ഇതൊക്കെ. അത് ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, റെൻറ്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഈ വഴിക്കുണ്ട്. അപ്പോൾ നമ്മളെ ടീം ഇവിടെയാണ് ഇറങ്ങിയത്. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാർഗനിങ്ങിനനുസരിച്ച് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള ബൂട്ടും അതുപോലെ കോട്ടൊക്കെ നമ്മൾ റെൻറ്റിന് എടുത്തതിന് ശേഷം ഇവിടെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. ആ ഒരു കരാറിലാണ് സാധനം നമ്മൾ ഇവിടുന്ന് റെൻറ്റിന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബൂട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ തന്നെ വലിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുള്ള ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ഗുൽമാർഗിലേക്ക് പോണ ഈ റോഡുള്ളത്. അതുപോലെ നമ്മൾ ഈ പോണ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നുണ്ടല്ലേ. അതേപോലെ ചില സമയങ്ങളിൽ റോഡ് നിറച്ച് അല്ലെങ്കിൽ റോഡിൽ മുഴുവൻ മഞ്ഞായിരിക്കും പറഞ്ഞത്. ചില സമയങ്ങളിൽ ഈ മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ പോണ വണ്ടിക്ക് നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം ചെയിൻ ഘടിപ്പിച്ചിട്ടുള്ള വണ്ടികളിൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ വണ്ടിക്കാർ പറഞ്ഞിരുന്നു, ഈ നല്ല സ്നോഫോളൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ, നല്ല സ്നോഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഗുൽമാർഗിൽ നിന്ന് ഇങ്ങോട്ട് മഞ്ഞിൽ വരുന്ന പ്രത്യേക വണ്ടികളുണ്ട്. മഞ്ഞിൽ ചെയിനൊക്കെ ഘടിപ്പിച്ചിട്ട് തിരിച്ച് മഞ്ഞിലൂടെ നമ്മളെ കൊണ്ടുവരാൻ പറ്റണ മഞ്ഞിൽ കൂടെ പോകാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളിലാവും നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നത് നമുക്ക് സോനാമാർഗിൽ എക്സ്പ്ലോർ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗുൽമാർഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അവിടുത്തെ വേറെ മറ്റൊരു പ്രധാന ആകർഷണം എന്നുള്ളത് ഒരു ഗൊണ്ടോള എന്ന് പറയുന്ന കേബിൾ കാറാണ്. അപ്പോൾ അവിടെ കേബിൾ കാർ എന്നുള്ളൊരു കാഴ്ച കാണാൻ പോകുക എന്നുള്ളതും മഞ്ഞ് കാണുക, അതിൻ്റെ കൂടെ തന്നെ കേബിൾ കാറിലേക്ക് പോകാൻ പറ്റുന്ന ആളുകൾ അവിടെ കയറുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ കേബിൾ കാർ ടിക്കറ്റ് ഞങ്ങൾക്ക് ദൗർഭാഗ്യവശാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കാണാൻ പോണ ഗുൽമാർഗിലെ മഞ്ഞുമലകളുടെ ഒരു ദൂരം എന്നുള്ളൊരു കാഴ്ചയാണത്. പൈൻ മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള ഹിമാലയത്തിൻ്റെ മഞ്ഞ് മൂടിയ ഭാഗങ്ങളുടെ കാഴ്ചയാണ്. സാധാരണഗതിയിൽ 1.5-2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട നമ്മുടെ യാത്ര പക്ഷേ ഒരു 3-3.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. വഴിക്കുള്ള ബ്ലോക്കും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് നേരം നിർത്തി, അതേപോലെ നമ്മൾ റെൻറ്റിന് ബൂട്ടും കോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ 4 മണിക്കൂറിന് അടുത്ത് സമയം വേണ്ടി നമുക്ക് ഇവിടെ എത്താൻ.
അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഗുൽമാർഗിൽ നമ്മളെത്തി. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഈ വിൻ്റർ സീസൺ, തണുപ്പ് സീസണാണല്ലോ. അപ്പോൾ ഈ വിൻ്റർ സീസണ് ആസ്വദിക്കാനായിട്ട് കണ്ടമാനം യാത്രക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വണ്ടികളൊരു ബാഹുല്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ സോനാമാർഗിൽ നമുക്ക് സ്നോ എക്സ്പ്ലോർ ചെയ്യാനേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് മഞ്ഞിൻ്റെ കാഴ്ചകളും അതിൽ നമുക്കൊന്ന് ഇറങ്ങി നടക്കാനും അതേപോലെ ഒന്ന് ഈ തണുപ്പ് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം ഗുൽമാർഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളെ വണ്ടി പാർക്കിംഗ് ഏരിയയൊക്കെ അടുത്തെത്തി. നമ്മൾ ചെറിയൊരു ബസ്സിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗൊണ്ടോള റൈഡിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഈ സ്കീയിങ് റേഞ്ചിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് വല്ലാതെ അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം ഇഷ്ടംപോലെ വണ്ടികൾ, കാറുകൾ, ടൂറിസ്റ്റുകളൊക്കെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസ്റ്റുകളെത്തിയതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേബിൾ കാറ് റൈഡ് തുടങ്ങുന്ന അവിടുന്ന് ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കേബിൾ കാറിലേക്കും അതേപോലെ അതിൻ്റെ റൈഡിൽ കയറണം എന്നുള്ള ആളുകൾക്കൊക്കെ അത്ര ദൂരം ചെന്നിട്ട് വേണം എന്നുള്ളൊരു ബേജാറുണ്ട്. കാരണം കേബിൾ കാറിൻ്റെ ലാസ്റ്റ് പലരും എടുത്തിട്ടുള്ള റൈഡിൻ്റെ ടൈം സ്ലോട്ട് പറഞ്ഞാൽ 3:30-4 മണിൻ്റെ ആ സ്ലോട്ടാണ്. അതുകൊണ്ട് നമ്മൾ എത്തിയ സമയം ഏതാണ്ട് 4 മണിയോടെ അടുത്തു. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് കേബിൾ കാർ അല്ലെങ്കിൽ ഗൊണ്ടോള റൈഡിന് പോകേണ്ട ആളുകൾക്ക് കുറച്ച് ബേജാറായിട്ട് നമ്മളെ മുമ്പിൽ ഇറങ്ങി ഓടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് വളരെ സാവകാശം ഇവിടെയുള്ള മഞ്ഞും അതേപോലെ ഈ സ്കീയിങ് റേഞ്ച് കാണുക, ഗൊണ്ടോള റൈഡിൻ്റെ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കയറാൻ പറ്റുന്നിടത്തോളം മലയും കുന്നൊക്കെ കയറിയിട്ട് മഞ്ഞൊക്കെ കാണുന്നുള്ളതായതുകൊണ്ട് അങ്ങനെ സാവകാശമാണ് നമ്മുടെ നടത്തം. കശ്മീരിലെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഗുൽമാർഗിലെ ഒരു പോലീസ് സ്റ്റേഷനാണിത്. ഗുൽമാർഗിലെ പ്രധാന പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെയുള്ളൊരു ചെറിയ മാർക്കറ്റ് ഏരിയ ആണിത്. പ്രധാനമായിട്ടും വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മൊമെൻറ്റോ ഷോപ്പും അതേപോലെ കോഫി ഷോപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്കാണുള്ളത്. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഇനി പോകാനുണ്ട് നമ്മുടെ ഗൊണ്ടോള റൈഡിൻ്റെ എൻട്രൻസിലേക്ക്. ഗുൽമാർഗിലെ വിൻ്റർ ഫെസ്റ്റിൻ്റെ ഒരു പ്രധാന വേദിയാണിത്. ഇവിടെയാണ് വിൻ്റർ ഫെസ്റ്റിൽ ഉള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏരിയ ഈ ഒരു ഭാഗത്താണ് ഇവിടെയുള്ള ഈ വിൻ്റർ ഫെസ്റ്റിൻ്റെ പ്രധാന പരിപാടികളൊക്കെ നടക്കാറുള്ളത്. ഇതിൻ്റെ അടുത്തുകൂടി തന്നെയാണ് കേബിൾ കാറിൽ, അതായത് ഗൊണ്ടോള റൈഡിലേക്കുള്ള എൻട്രൻസ്. മഞ്ഞക്കൂടെ ഇങ്ങനെ തെന്നി നടന്ന് ആ മരത്തിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് നടക്കണം എന്നുള്ളവർക്ക് അത് റെൻറ്റിന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. നടക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണമെങ്കിൽ ഈ മഞ്ഞിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെയുള്ള മരത്തിൻ്റെ ആ വണ്ടിയിൽ കയറി അങ്ങനെ തെന്നി അങ്ങനെ താഴത്തേക്ക് മറ്റേ എന്താ പറയുക സ്കേറ്റിംഗ് ഉണ്ട്. എല്ലാവരും കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മരത്തിൻ്റെ വണ്ടി കയറി താഴത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തന്നെ പരിപാടിയൊക്കെ ഉണ്ട്. അതേപോലെ ഒരു 4 വീലുള്ള സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിൽ നമുക്ക് ഇതിലെങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാം. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ഒക്കെ ഒടുക്കത്തെ റേറ്റാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊല്ലണ റേറ്റാണ് പറയുക. തൽക്കാലം അതിനും കയറാതെ നമ്മളിങ്ങനെ നയത്തിൽ നടന്ന് തന്നെ അങ്ങോട്ട് പോകാമെന്നുള്ള പരിപാടിയിലാണ്. അതുപോലെ കുറേ ആൾക്കാർ ഇവിടെ താഴത്തുള്ള ഈ സ്കേറ്റിംഗ് ഗ്രൗണ്ടുകളിലൊക്കെ ഇതൊക്കെ സ്കേറ്റിംഗ് ചെയ്യണ റേഞ്ചുകളാണ്. അവിടെ ഇറങ്ങി അതിൻ്റെ അപ്പുറത്തുള്ള പാർക്കാണ്. പാർക്കൊക്കെ മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. ഒരു സ്കേറ്റിംഗ് റേഞ്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ 300 രൂപയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ഫീസും തോന്നുന്നത്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് സ്കേറ്റിംഗ് പഠിപ്പിച്ച് തരും. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമുക്കൊന്ന് കറങ്ങിയിടക്കൊക്കെ ചെയ്യാം. അറിയാത്തവരാണെങ്കിൽ ഊരൊക്കെ കുത്തി വീണ് ഊരക്കൊക്കെ പണിയും കിട്ടും ചെയ്യും.
അങ്ങനെ നടന്ന് നമ്മൾ ഗൊണ്ടോള റൈഡിൻ്റെ എൻട്രി പോയിൻറ്റിന് അവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന ചെറിയൊരു പടിപ്പുരയിൽ കൂടെ വേണം നമ്മൾ കേബിൾ കാറിൻ്റെ അതായത് ഗൊണ്ടോള റൈഡിൻ്റെ അവിടെ എത്താൻ. പോണ വഴിക്കൊക്കെ ഇതേപോലെ പ്രത്യേക തട്ടുകടകൾ, സ്പെഷ്യൽ തട്ടുകടകൾ. അവിടെ ഈ കാശ്മീരത്തെ ഒരു പ്രത്യേകതരം ഗാവയുണ്ട്. ഗാവയൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ പെട്ടിക്കടകളും തട്ടുകടകളൊക്കെ ഉള്ളത്. അതൊക്കെ പിന്നിട്ടിട്ടാണ് നമ്മൾ ഈ ഗൊണ്ടോള റൈഡിൻ്റെ എൻട്രി പോയിൻറ്റിലെത്തിയത്. ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ട് വേണം നമുക്ക് ഗൊണ്ടോള റൈഡിൻ്റെ മെയിൻ ഗേറ്റിലെത്താൻ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എൻട്രി പാസ് ഉള്ളവർക്ക് മാത്രമേ അകത്ത് കയറാനുള്ള പെർമിറ്റ് ഉള്ളൂ. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള അനുവാദം ഇല്ല. പിന്നെ ഒരു സ്ഥലം മുഴുവൻ നമ്മളെ ഇന്ത്യൻ മിലിറ്ററീൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും അലമ്പുണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനൊന്നും ടൂറിസ്റ്റുകൾക്ക് വേണ്ട. കാരണം ഒന്നാമത് ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറീൻ്റെ അകത്താണ്, രണ്ടാമതൊരു മിലിറ്ററീൻ്റെ നിയന്ത്രണത്തിലൊരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പട്ടാളക്കാരും തോക്കും നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെയാണ്. അപ്പം ടിക്കറ്റ് ഉണ്ടോ അകത്ത് കയറാം. പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുകയാണെങ്കിൽ ഗൊണ്ടോള റൈഡിൽ കയറിയിട്ട് മടങ്ങി വരാം. അല്ലാത്ത ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗൊണ്ടോള റൈഡിൻ്റെ അതായത് കേബിൾ കാർ റൈഡിൻ്റെ പ്രധാന എൻട്രിയാണിത്. ഇവിടെ നിന്നിട്ട് നമുക്ക് പ്രവേശനം എന്ന് പറയാൻ കാരണം എൻ്റെ കയ്യിൽ ടിക്കറ്റില്ല. ടിക്കറ്റുള്ള ആളുകൾക്ക് മാത്രമേ, പറഞ്ഞ ടൈം സ്ലോട്ടിനുള്ളിൽ എത്തുന്നവർക്ക് മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. നമുക്ക് ഇവിടുന്ന് മടങ്ങിയല്ല, ഇവിടെ നമുക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് തിരിച്ച് വന്ന് മറ്റ് കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി പോയിട്ട് ഗൊണ്ടോള റൈഡിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നിടത്തോളം ദൂരം നമുക്ക് ഇതിലേക്ക് നടന്നിട്ട് സ്നോ എക്സ്പ്ലോർ ചെയ്യാനുള്ള സംവിധാനവും സ്വാതന്ത്ര്യവും പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകിലൂടെ തന്നെയുള്ള റൂട്ടിൽ കൂടെ വന്നിട്ട് ഈ ഗൊണ്ടോള കേബിൾ കാർ പോകുന്ന ഭാഗത്തേക്ക് നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റും. അവിടെ നിന്നിട്ട് മുകളിലേക്ക് നമുക്ക് മാക്സിമം കയറി ചെല്ലാനൊക്കെ പറ്റും. ഇത് 2 ഫേസ് ആയിട്ടാണ് ഈ ഗൊണ്ടോള റൈഡ് ഉള്ളത്. ഒന്ന് ഫേസ് 1. ഫേസ് 1-ന് ടിക്കറ്റ് വരുന്നത് 810 രൂപയാണ്. ഫേസ് 1-ന് നിലവിലുള്ള റേറ്റ് കേട്ടോ. ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള റേറ്റ് 810 രൂപ. പിന്നെ ഫേസ് 1 മുതൽ ഫേസ് 2 വരെയുള്ളത് 1050. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ്. പിന്നെ ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. പിന്നെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2 റൈഡും കൂടി ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ ഫേസ് 1 പോയിട്ട് അവിടെ നിന്ന് നേരെ ഫേസ് 2-ലേക്ക് പോകും. ഫേസ് 1 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളും ഇതേപോലുള്ള പൈൻ മരങ്ങളും അതേപോലുള്ള മഞ്ഞൊക്കെ കൂടിയുള്ള കാഴ്ചകളാവും. ഫേസ് 1 നിന്ന് ഫേസ് 2-ൽ എത്തിക്കഴിഞ്ഞാൽ മഞ്ഞല്ലാത്തൊരു കാഴ്ചയല്ല, ചുറ്റും എവിടെ നോക്കിയാലും മഞ്ഞ് എന്നുള്ളൊരവസ്ഥയാണ് ഫേസ് 2-ൽ. എൻ്റെ കാശ്മീർ യാത്രയിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ നാട്ടുകാരായിട്ടുള്ള 2 ആൾക്കാരാണ്, ജലീലിക്കയും അതേപോലെ സലീംക്കയും. 2 ആളും മഞ്ഞിൽ കൂടെ നടന്നാകെ ക്ഷീണിച്ച് വിജൃംഭൃതരായിട്ട് കിടക്കുകയാണ്. ജലീലൊക്കെ മറ്റേ പണ്ട് മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ യോദ്ധ, അതിൽ ജഗതി പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാണാനുള്ളതെന്ന് പറഞ്ഞ പോലെ ഗുൽമാർഗ് മുഴുവൻ മഞ്ഞാണല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ നടന്ന് തണുത്ത് വിറങ്ങലിച്ച് തിരിച്ചു പോയാലൊന്ന് ആലോചിച്ചിട്ടുള്ള കിടപ്പാണത്. പിന്നെ ഇതിൽ നടക്കണ ഒരുവിധപ്പെട്ട എല്ലാവരും 1-2 പ്രാവശ്യമൊക്കെ ഊരിയും കുത്തി നടുവടിച്ച് വീണൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനടക്കട്ടോ. കാരണം നമ്മൾ ഈ കാണുന്ന ഈ പൊടിമഞ്ഞ് പോലുള്ള ഈ മഞ്ഞ് കൂടെ നടക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മളെ ഒരു ഏതാണ്ടൊരു മുട്ട് വരെ മഞ്ഞിങ്ങനെ പോകുന്നുണ്ട്, കാല് പൂണ്ട് അങ്ങനെ പോകുന്നു, ആ ഒരു പ്രശ്നമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മഞ്ഞ് നല്ല ഉറച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് ചവിട്ടി നടന്ന് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. ഊരയും കുത്തി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും എണീറ്റ് നടക്കാൻ വരെ പറ്റില്ല, അത്രയ്ക്ക് ഹാർഡാണ് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള മഞ്ഞ്. കേബിൾ കാറിൻ്റെ എൻട്രി പോയിൻറ്റിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെ ടിക്കറ്റ് എടുത്ത ആളുകൾ കേബിൾ കാറിൽ പോകുന്നതും വരുന്നതുമായിട്ടുള്ളതാണ് ഈ കാണുന്ന ഒരു കാഴ്ചകളൊക്കെ. കേബിൾ കാറിൽ കറങ്ങി ഫേസ് 1 വരെ പോയിട്ട് അവിടെ നിന്നിട്ട് ഫേസ് 2 പോകേണ്ട ആളുകൾക്ക് ഫേസ് 2-ലേക്കും പോകാം. അതേപോലെ തിരിച്ചു വരുന്ന വണ്ടികളിൽ ആളുകൾ മടങ്ങി വരുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. കേബിൾ കാറിൻ്റെ എൻട്രി ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ മിക്കവാറും അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ കാലിയായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആളുകളെ ഇങ്ങോട്ട് ട്രിപ്പടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ കേബിൾ കാറുകളൊക്കെ, അതായത് ഗൊണ്ടോളകളൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊരു 2 കിലോമീറ്റർ അടുത്ത് കൊണ്ട് മുകളിലേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്നിട്ട് അതേപോലെ
ഫേസ് 2 ഏതാണ്ട് അതേ ദൂരം തന്നെ ഉണ്ടാകുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 ഫേസ് ആയിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനും നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാനും പറ്റും. അതിൽ ചിലർക്ക് ഫസ്റ്റ് ഫേസ് 1 മാത്രം പോയാൽ മതി. ചിലർക്ക് ചിലപ്പോൾ ഫേസ് 1ഉം 2ഉം ടിക്കറ്റിന് കൊടുത്താൽ ചിലപ്പം ഫേസ് 2 മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ കാണുന്ന റൂട്ടിലൂടെ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം റോഡുണ്ട്. റോഡിലൂടെ പോയിട്ട് അങ്ങോട്ട് എത്താം. അവിടുന്ന് പിന്നെ ഫേസ് 2ൻ്റെ ടിക്കറ്റിൽ കേബിൾ കാറിൽ പോയിട്ട് മടങ്ങി വരുന്ന സൗകര്യമാണ്. പക്ഷേ ഈ മഞ്ഞിലൂടെ അങ്ങോട്ട് മുകളിൽ പോയി വരിക, താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. അത്രയ്ക്ക് മഞ്ഞാണ്. അതുവരെ നടന്നെത്തുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ്. പക്ഷേ കഴിയുന്നവർക്കൊക്കെ അങ്ങോട്ട് നടന്ന് കയറി എത്താമെന്നുള്ളതാണ് ഇവർ പറയണത്. അപ്പോൾ ഫേസ് 1ൻ്റെ ടിക്കറ്റ് കിട്ടാത്ത ആളുകൾ ഫേസ് 2ൻ്റെ ടിക്കറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ നടന്നു പോയി ചെന്നിട്ട് അവിടെ സമയത്തിന് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഫേസ് 2ലേക്ക് കേബിൾ കാറിൽ പോയി. എന്തായാലും ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ അതേപോലെ നീളത്തിലുള്ള ഈ ഒരു കേബിൾ കാറിൽ കയറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ കാശ്മീരിൽ വരുന്നവർ ഗുൽമാർഗ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുതന്നെയായാലും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് സമയത്തിനെത്താൻ ശ്രമിക്കുക. എന്തായാലും നമ്മുടെ ജീവിതത്തിലുള്ള നല്ലൊരു അനുഭവമായിരിക്കും ഈ ഒരു കേബിൾ കാർ യാത്ര എന്നുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കേബിൾ കാറിൽ കയറിയിട്ട് ഗൊണ്ടോള റൈഡിന് പോകാൻ പറ്റാത്ത നിരാശയിൽ ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ കാൽനടയായിട്ട് പോയി. കുറച്ച് എന്താ പറയുക, ഫീലിംഗ് മാറ്റാൻ വേണ്ടി കുറച്ച് മഞ്ഞിലൊക്കെ ഉരുണ്ട് മറിഞ്ഞ് കളിച്ച് തിരിച്ചുള്ള മടക്കയാത്രക്കുള്ള ഒരുക്കത്തിലാണ്. മടക്കയാത്ര എന്തായാലും 2-2.5 കിലോമീറ്ററോളം നടക്കാനുമുണ്ട്. ഗുൽമാർഗിലെ വിൻ്റർ ഫെസ്റ്റിന് സ്കേറ്റിംഗ് താരങ്ങൾ സ്കേറ്റിംഗ് ഒക്കെ നടത്തി ജനങ്ങൾക്ക് ആവേശകരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഗ്രൗണ്ടാണത്. ആ ഗ്രൗണ്ട് മുന്നിട്ട് ഞങ്ങളെ വണ്ടി നിർത്തിയ പാർക്കിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. പോണ വഴിക്ക് വിനോദസഞ്ചാരികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള റിസോർട്ടുകളുടെയും അതേപോലെ ഹോട്ടലുകളുടെയും ഒക്കെ കാഴ്ചകളും ഹിമാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ഹിമാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടക്കും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഗുൽമാർഗ് ആയിരുന്നു. അവിടുത്തെ എക്സ്പ്ലോറേഷൻ എന്നുള്ള കണക്കായിരുന്നു. അവിടെയുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഗുൽമാർഗിൽ നിന്നുള്ള ഈ കാഴ്ചകൾ, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.